കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കരത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപാരമുണ്ടാകും. വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ആദരത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഉണ്ടാവണം. വചനത്താൽ ജീവിക്കാൻ തയ്യാറാവണം. വചനമയച്ച് സൗഖ്യമാക്കുന്നവൻ, വചനമയച്ച് വിടുവിക്കുന്നവൻ, അതിവേഗം ഓടുന്ന വചനം, ഭൂമിയുടെ അറ്റത്തോളം ചെല്ലുന്ന വചനം, ആ വചനത്തിന് പ്രിയരെ ബന്ധനമില്ല. ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതും ശക്തീകരിക്കുന്നതാകയാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങത്തില്ല. ദൈവം അയച്ച കാര്യം സാധിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഈ വചനം ദൈവം വെറുതെ അയക്കത്തില്ല. ഈ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരും. ദൈവം അയച്ച ആ കാര്യം സാധിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുന്ന വചനം, അതിൻ്റെ പ്രാധാന്യത വ്യക്തമായി നമ്മളൊന്ന് ഗ്രഹിക്കണം. വചനത്താൽ ഉളവായി എന്ന് വായിക്കുന്നു. ഉളവാക്കേണ്ടതിനെ ഉളവാക്കുന്ന, ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഉണ്ടാകട്ടെ എന്ന വചനത്തിൻ്റെ ശക്തിയാൽ പാഴും ശൂന്യമായിടത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയില്ലേ? ദൈവവചനം നമുക്ക് ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പൗലോസ് പറയുന്നത് പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുന്നു, മുമ്പിലുള്ളതിനായി പരമവിളിയുടെ ലക്കിലേക്ക് ഓടുന്നു. ശ്രേഷ്ഠകരമായൊരു വിളിയാണ് തന്നെ വിളിച്ചത്, തനിക്ക് ഉറപ്പുണ്ട്. പരമവിളി എന്ന് പറയുമ്പോൾ പരമോന്നതരായ എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനായ ദൈവമാണ് വിളിച്ചത്. ആ വിളി പരമവിളിയാണ്. മറ്റിടത്തിരിക്കുന്ന ശ്രേഷ്ഠ വിളി, ശ്രേഷ്ഠനായ ഒരു ദൈവമാണ് നമ്മളെ വിളിച്ചത്. അടുത്ത ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശുദ്ധ വിളി. വിശുദ്ധനായ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് ആ വിളി വിശുദ്ധ വിളിയാണ്. മറ്റിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്വർഗസ്ഥനായ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് ആ വിളി സ്വർഗീയ വിളി. അപ്പോൾ നമ്മളെത്ര ശ്രേഷ്ഠരാണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മളെ വിളിച്ച ആ വിളി പലപ്പോഴും നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് വചനപ്രകാരം വിശുദ്ധിയോടെ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ നടക്കാൻ, വചനത്തിനനുസരിച്ച് ക്രിസ്ത്യ ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവാത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ അല്പമായിട്ടല്ല പൂർണ്ണമായി തീർത്തു തരാൻ ശക്തനാകയാൽ നമുക്കവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, അവിടെ നമ്മളോട് അടുത്ത് ചെല്ലും, അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽക്കാൻ കഴിയുമോ? പൈശാചിക മേഖലകളെ പേടിക്കേണ്ട. സകലത്തെയും ജയിക്കാൻ ഒരു കൃപ ദൈവം നമുക്ക് നൽകിയെങ്കിൽ പിന്നെന്തിനാ ഭയപ്പെടുന്നത്? ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവശക്തി നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ സകലത്തെയും കീഴടക്കുവാൻ, കൽക്കീഴാക്കാൻ നമുക്കിടയാകും. പ്രിയരെ, കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. വിശുദ്ധിയോടെ നമുക്ക് നിൽക്കാം, വിശ്വസ്തയോടെ നിൽക്കാം, അഭിഷേകത്തോടെ നിൽക്കാം, ആത്മാവിൽ സഞ്ചരിക്കാം, വചനപ്രകാരം ജീവിക്കാം. ഈ വചനം എല്ലാ രാജ്യത്തും ഒരുപോലെ പ്രാക്ടിക്കലാക്കേണ്ടതാണ്. അമേരിക്കയിലും ഇന്ത്യയിലും
GCC കൺട്രീസിലുമെല്ലാം ഈ വചനത്തിന് പ്രാധാന്യമുണ്ട്. ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ കൾച്ചറിനനുസരിച്ച് മാറുന്നതല്ല വചനം. അങ്ങനെയെങ്കിൽ ദാനിയേൽ ചെന്ന ബാബേലിൻ്റെ കൾച്ചറിനനുസരിച്ച് ദാനിയേൽ തൻ്റെ ജീവിതത്തെ മാറ്റിയില്ല. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവൻ കൾച്ചറിനനുസരിച്ച് പോവില്ല, വിശുദ്ധിക്ക് വേണ്ടി ശക്തിയോടെ നിൽക്കും എന്നുള്ളതിന് സംശയമില്ല. വളരെ സുപരിതമായ വാക്യം നമ്മൾ ചിന്തിക്കുന്നു. ലൂക്കോസ് 7:3 വാക്യം. അവൻ യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. യേശു വചനം പറഞ്ഞ് തീർന്ന ശേഷം കഫർന്നഹൂമിലേക്ക് ചെല്ലുകയാണ്. ഈ സംഭവം നമുക്കെല്ലാം അറിയാം. ഇതിനകത്തൊരു വെളിപ്പാട് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ. ശതാധിപനാണ്, 100 പേർക്ക് അധിപനാണ്, കമാൻഡർ ഓഫീസറാണ്, അധികാരമുള്ളവനാണ്, സ്വാധീനമുള്ളവനാണ്. എവിടെ കൊണ്ടുവേണേലും തനിക്ക് തൻ്റെ ദാസനെ ചികിത്സിക്കാം. പക്ഷേ ആ മാർഗം നോക്കിക്കാണാം. അടുത്ത ഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം. യേശുവിനെക്കുറിച്ച് കേട്ടു. ഈ പകൽ നമ്മുടെ അകത്ത് യേശുവിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. എല്ലായിടത്തും പോയി പരാജയപ്പെട്ട, വിടുതലില്ലാത്ത, സബ്ജക്റ്റിനെ ശക്തിയോടെ മരിക്കാറായ സബ്ജക്റ്റ്, മരിക്കാറായ ചില വാക്തത്വങ്ങൾ, അതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവെന്ന് ഒരറിവ് നമ്മുടെ അകത്തുണ്ടാവണം. അതുകൊണ്ടാണ് പലപ്പോഴും അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ചഞ്ചലിക്കുന്നു, സംശയിക്കുന്നു, പിറുപിറുക്കുന്നു, അവിശ്വസിക്കുന്നു, പുറകോട്ട് പോകാറുണ്ട്. ഇവിടെ നോക്കൂ, ശതാധിപൻ്റെ അകത്ത് വന്ന വിശ്വാസം. ഒരു വാക്ക് കൽപ്പിച്ച് അത് നമ്മൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ശതാധിപൻ്റെ അകത്ത് വന്ന വിശ്വാസത്തിൻ്റെ ആഴം യേശുവിനെ പറ്റി കേട്ടപ്പോൾ ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല. യേശു ആരാണ് നമുക്കറിയാം. 12 സംവത്സരമായി രക്തസ്രവമുള്ള സ്ത്രീ, ഡോക്ടേഴ്സിൻ്റെ വാക്ക് കേട്ട് ഭയമകത്ത് വന്നവൾ, സമ്പാദ്യം നഷ്ടപ്പെട്ടവൾ, ആരോഗ്യം ശോഷിച്ചവൾ, അതും മരണത്തിന് വേണ്ടി വിധിക്കപ്പെടുകയാണ്. ഇവിടെ 2 ഇടത്തും ഇതേ സ്വഭാവമാണ് കാണുന്നത്. ദാസൻ മരിക്കാറായിരിക്കുന്നു. രക്തസ്രവമുള്ള സ്ത്രീ മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, ശരീരം ബലഹീനമായിക്കൊണ്ടിരിക്കുക. അവളും അവിടെ എഴുതിയിരിക്കുന്നു, മർക്കോസ് സുവിശേഷം 5 യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഇന്ന് പകൽ കർത്താവിനെ പറ്റി കേൾക്കണം, അറിയണം, ദൈവശക്തി എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കണം. മരിച്ചവരെ ജീവിപ്പിച്ച, 4 ദിവസം നാറ്റം വെച്ചു എന്ന് പറഞ്ഞതിനെ ഉയർപ്പിച്ച കർത്താവ്, ദീർഘനാളുകളായി ഒരു വഴിയേരിയിൽ ഇരുത്തപ്പെട്ടവനെ എഴുന്നേൽപ്പിച്ചവൻ്റെ കണ്ണ് തുറന്ന കർത്താവ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടും തീർന്നില്ല. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, പരാജയപ്പെടുമെന്ന്, നിന്ദിക്കപ്പെടുമെന്ന്, ഒതുക്കപ്പെടുമെന്ന്, നിൻ്റെ കുടുംബം പരസ്യകോലമാകുമെന്ന് ചിന്തിച്ച കാനാവിലെ കല്യാണ വീട്ടിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഏറ്റവും വീര്യമുള്ളത് പുറത്തു കൊണ്ടുവന്ന് ആ കുടുംബത്തെ അടയാളമാക്കിയ കർത്താവ്, തൻ്റെ പ്രഭാഷണം കേട്ട് ശക്തി സംഭരിച്ച, 3 ദിവസം അവിടുത്തെ പാദപീഠത്തെങ്കിലിരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന തൻ്റെ ജനത്തെ 3-ാമത്തെ ദിവസം പറഞ്ഞയക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർ തളരും, മരുഭൂമിയിലൂടെ നടക്കേണ്ടവരാ. പക്ഷെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നീ തളരാതിരിക്കേണ്ടതിന് ശിഷ്യന്മാർ അസാധ്യമെന്ന് പറഞ്ഞ അതേ മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് കൊടുത്ത് തൃപ്തിയാക്കി ശേഷിപ്പുകൾ
ശേഖരിക്കാൻ ഇടയാക്കിയ കർത്താവിനെ പറ്റി നിങ്ങൾ അറിയണം. മരുഭൂമിയിലും പ്രവർത്തിക്കുന്ന കർത്താവ്. സ്തോത്രം. നോക്കൂ, അവിടുത്തെ ജീവിതം നോക്കൂ. കാവൽ നിരയെ ശക്തമാക്കി. ഒരു കാരണവശാലും പുറത്തു വരില്ലെന്ന് റോമാ ഗവൺമെൻറ് പറഞ്ഞു. എല്ലാ സംവിധാനം ഒരുക്കി. പുനരുത്ഥാനത്തിൻ്റെ പവറിൻ്റെ യേശുവിൻ്റെ കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചപ്പോൾ, ആത്യന്ത ശക്തി, അളവറ്റ വലുപ്പം വ്യാപരിച്ചപ്പോൾ, റോമാ ഗവൺമെൻറ്റിനും മുദ്രയ്ക്കും കാവൽ നിരയ്ക്കും തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. ആ ശക്തിയുള്ള കർത്താവിനെ പറ്റി നിങ്ങൾ അറിയണം. നിങ്ങളുടെ ശരീരത്തിൽ ദൈവശക്തി ഇറങ്ങണം. സ്തോത്രം. മാറാരോഗങ്ങൾ, ജനമറയ്ക്കുന്ന, കൈകൊടുക്കാത്ത, മാറ്റി നിർത്തുന്ന കുഷ്ഠരോഗികൾക്ക് കൈകൊടുത്ത് സൗഖ്യമാകാൻ പറഞ്ഞ എൻ്റെ യേശുവിൻ്റെ മഹത്വം, മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെ പുറത്തു കൊണ്ടുവന്ന് സാക്ഷ്യമാക്കുന്ന കർത്താവിനെ പറ്റി കേൾക്കണം. കേട്ടാൽ നീ അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലും. ചെന്നാൽ നിൻ്റെ സബ്ജക്റ്റിന് ഇന്ന് പകൽ വിടുതലാണെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കാണും, അത് കേൾക്കും. ആ ശക്തി എന്നിലേക്കും എൻ്റെ കുടുംബത്തിൻ്റെ അകത്തേക്കും വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യൂ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുക. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളൊന്ന് രുചിച്ചറിയട്ടെ. കാണുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, അതൊന്ന് ആത്മാവിൽ അറിയാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇന്ന് പോലെ എഴുന്നേൽക്കും. അത് നടക്കും. അത് വിടുതലേക്ക് നയിക്കപ്പെടും. അത് തുറക്കും. അത് ചാടി എഴുന്നേൽക്കും. അത് സാക്ഷ്യമായി തീരും. വിശ്വസിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് അറിയട്ടെ. എത്ര പേർ ഒന്നേൽപ്പിച്ചു കൊടുക്കും. സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വരിക. യേശുവിൻ്റെ നാമത്തിൽ ആ വർത്തമാനം നിങ്ങളൊന്ന് കേൾക്കണം. ആ കർത്താവിനെന്ന് അറിയണം. അറിയേണ്ടതുപോലെ അറിയണം. അവിടുന്ന് ആരാന്ന് മനസ്സിലാക്കുമെങ്കിൽ ഈ ചഞ്ചലവും ഈ ഭ്രമവും ഇതെന്നെ തകർക്കുമോ എന്നുള്ള ചിന്തയും നിങ്ങളെ വിട്ടുമാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്താൽ ജനം ജീവിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തെ പറ്റി ഒന്ന് അറിയട്ടെ. അങ്ങയുടെ ശക്തിയെ പറ്റി ഒന്ന് തേടട്ടെ. അങ്ങയുടെ മുഖം അന്വേഷിക്കട്ടെ. അങ്ങയിലേക്ക് അടുത്ത് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിച്ചതിന് സ്തോത്രം. സൗഖ്യം വ്യാപരിച്ചതിന് സ്തോത്രം. ബലം വ്യാപരിച്ചതിന് സ്തോത്രം. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിന് സ്തോത്രം. കൃപ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിനെ പറ്റി അറിയണം. അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കണം. കേട്ടാൽ നമ്മൾ വിടുതൽ പ്രാപിക്കും. ആ ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ ചിലത് പുറത്തു വരും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.